ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. കയറ്റം കയറി വയ്യാണ്ടായിട്ടാ. അപ്പോൾ നമ്മളിവിടെ വന്നിക്കണമെന്ന് വെച്ചാൽ നാരായണത്ത് ഭ്രാന്തൻ്റെ ക്ഷേത്രത്തിലാണ്. രായനല്ലൂർ മന ക്ഷേത്രം, ഭഗവതി ക്ഷേത്രം. ഈ വന്നതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരുണ്ടോ? ഈ ജയിഞ്ഞിട്ട് മൂന്ന് ഹെല്ലോ. അപ്പം നമ്മൾ വണ്ടി അവിടെ കുറച്ച് തായിട്ടിട്ടാ പറഞ്ഞേട്ടാ. നമ്മൾ ആദ്യം ഡൗട്ട് അടിച്ചു വണ്ടി അവിടെ നിർത്തിയപ്പോൾ. വണ്ടി നിർത്തിയോടത്തുനിന്ന് 1/2 കിലോമീറ്റർ നമുക്ക് നടക്കാണ്ട്. നമ്മൾ ആദ്യം ഡ്രൈവറെ കുറ്റം പറഞ്ഞു. ഇപ്പോഴാണ് സംഭവം മനസ്സിലായി. കാരണം വെച്ചാൽ വണ്ടി ചിലപ്പോൾ കയറിപ്പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്താ നല്ലൊരു കയറ്റം തന്നെ. അപ്പം നമ്മളവിടെ കയറി എത്തുമ്പോഴേക്കും വയ്യാണ്ടാവെന്ന് തോന്നുന്നു. അയ്യോ, നമ്മളിപ്പോൾ വന്നത് പണിയായില്ല. 8 മണി തുടങ്ങി 5 മണി വരെ ഇവിടെ സന്ദർശനമുള്ളൂ. ഈ വഴി പോകാൻ പറ്റുമോ? റോഡിൽ കൂടെ പോകാൻ പറ്റുമോ? ഹലോ, അപ്പോൾ അതേ നമ്മൾ നാരായണത്ത് ഭ്രാന്തൻ്റെ മലയിലേക്ക് ക്ഷേത്രത്തോ കയറി പോണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ് വന്നേക്കണമെന്ന് വെച്ചാൽ കയറിയിട്ട് ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നാരായണത്ത് ഭ്രാന്തൻ്റെ, അതായത് കല്ലുരുട്ടി കയറ്റിയ മല എന്ന് പറയുന്നില്ലേ, രായനല്ലൂർ മല. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിരിക്കണേ. അത് നമ്മുടെ കൂടെ വന്നവർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാനും അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയറ്റമൊക്കെയാണെന്ന് തോന്നുന്നു. 2 സൈഡും കാടൊക്കെയാണ്. നമുക്ക് പേടിയാവും. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറാൻ പറ്റില്ല കേട്ടോ. അതിനു മുമ്പ് എപ്പോൾ വന്നാലും കയറാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിലെ ഗേറ്റ് അടച്ചിട്ടൊക്കെ ആയിരിക്കും. സൈഡിൽ കൂടെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പല്ല, ഒരു നടച്ചാൽ പോലെ നടക്കുന്ന വഴി. അപ്പോൾ നമുക്ക് അതിൽ കൂടെ കയറി പോരാം. അപ്പോൾ നമ്മൾ ഒരു 10-13 പേരുണ്ട്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും കാടാണ്. നമുക്ക് പേടിയാവും. അപ്പോൾ നമ്മുടെ നാരായണത്ത് ഭ്രാന്തനെ ശരിക്കും സമ്മതിക്കണം അല്ലേ. ഇതേപോലെ ഒരു സ്ഥലത്ത് കൂടെ കല്ലുരുട്ടി കൊണ്ടുപോയി താഴേക്കിടാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പം നമ്മൾ പാഠപുസ്തകത്തിലാണ് പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അമ്മേ, നമ്മുടെ കൂടെ പോകുന്നവർ കയറ്റം കയറലല്ലേ ചേട്ടാ. പതുക്കെയായി എല്ലാവരും കയറി വയ്യാണ്ടായി. വയ്യാണ്ടായിട്ടില്ല. കയറ്റം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. 1/2 കിലോമീറ്റർ മേലെ ഉണ്ടെന്ന്. നല്ല കയറ്റാണ്. 1.5 കിലോമീറ്റർ മൊത്തം നടക്കുന്നു പറഞ്ഞു. ചേട്ടാ വയ്യാണ്ടായാ? ഇല്ലില്ല ചേട്ടാ, വയ്യാണ്ടായില്ല. ആ, അതാണ് ചെറുപ്പക്കാർക്ക് വയ്യായി പാടില്ല. കയറിയാണ്ട് പോട്ടെ. അമ്മേ, ചെറുപ്പക്കാർക്ക് വയ്യായി പാടില്ലാന്ന്. എവിടെ ഞാൻ തന്നെ കയറി കേതച്ച ആവശ്യതേ കണ്ടാ. ഒരു ടീം പോണണ്ടാ, ഒക്കെ നമ്മുടെ കൂടെ ഉള്ളവരുണ്ടാ. ചേട്ടാ ഇവിടെ ഷോർട്ട് കട്ടില്ല, നിങ്ങളെ കയറിക്കോ. വീഴാണ്ട് നോക്കണം കേട്ടോ, കാല് സ്ലിപ്പാവും. നമ്മുടെ കൂടെയുള്ള ടീം വേറെ ടീം അവിടെ നിന്ന് കയറി വരുന്നുള്ളൂ. അതേ ഷോർട്ട് കട്ട് വഴിയൊക്കെ കയറി വരുന്നുണ്ട്. എൻ്റെ അമ്മേ അയ്യണ്ടായി. നാരായണത്ത് ഭ്രാന്തനെ സമ്മതിക്കണം. വെറുതെ അല്ല പാഠപുസ്തകത്തിൽ പഠിക്കാൻ വന്നത്. ഏറ്റവും വലിയ പ്രാന്തനാണ്.
അയ്യോ ഒരാള് സ്റ്റെപ്പ് കയറാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോണ്ട് കേട്ടാ. നമുക്ക് നോക്കാം സ്റ്റെപ്പ് കയറാണ്. ഇനി നമുക്ക് കയറാനുള്ളത് പഴയ കല്ലുകൊണ്ട് വെച്ച് കെട്ടിയ സ്റ്റെപ്പിലൂടെ ഉണ്ടോ. അപ്പം സൂക്ഷിച്ച് വേണം കയറി പോകാൻ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു കയറ്റം കഴിഞ്ഞ് വന്നേക്കണേ. അപ്പോൾ കാലൊക്കെ സ്ലിപ്പാവാതെ വേണം നമ്മൾ നോക്കി വേണം കയറി പോകാൻ കേട്ടോ. അപ്പോൾ പ്രായമായവരൊക്കെ ഒന്ന് വരാണെങ്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കാലൊക്കെ തട്ടിയാൽ വീണ രക്ഷയില്ല. കണ്ടോ നമ്മുടെ പഴയ കല്ലുകളൊക്കെ വെച്ചാണ് കെട്ടിയിരിക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രായനല്ലൂർ ഭഗവതി ക്ഷേത്രം അല്ലേ ഏട്ടാ? അങ്ങനെയല്ലേ? നമ്മൾ സാക്ഷാൽ രായനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇതാണ് രായനല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ആ കാണുന്നതാണ് അമ്പലം. നമ്മുടെ പ്രസാദനൊക്കെ വന്ന് കയറി ആവശ്യമായിട്ട് ഇരിപ്പായി. ഇതിപ്പോ ഈ ആല് എത്ര വർഷം പഴക്കണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മളെ ഈ പറഞ്ഞ ആളെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ആ മഹാസംഭവത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആളിത് എന്താ അവിടെ ആളൊരു പഴയ കാലത്തെയാണെന്ന് തോന്നുന്നു. ആൾ അങ്ങോട്ടാണോ തിരിഞ്ഞ് നിൽക്കണേന്നറിയില്ല. അടുത്ത മലയിലേക്ക് തിരിഞ്ഞ് നോക്കി നിൽക്കുന്നൊരു അവിടെ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി ആളൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ മുന്നിൽ നമ്മുടെ കൂടെ വന്നൊരു പോണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ഇട്ടോ ഇവിടെ. നല്ല അടിപൊളി സ്ഥലം. നമ്മളെ അതിൻ്റെലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആള് അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൾക്ക് അടുത്ത മല നോക്കി നിൽക്കണമെന്ന് തോന്നണേ. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിലും നമുക്കിവിടെ അത്ര ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. അത് നമ്മൾ ആ കയറി വന്നതിൻ്റെയാണ് ചേട്ടാ. ഇവിടെ നമുക്ക് അത്ര ചൂട് അനുഭവപ്പെടല്ലേ. ഇവിടെ നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആള് അല്ല അതിവിടെ തിരിഞ്ഞത് അടുത്ത മലയിലേക്കാണ് തോന്നുന്നു. അപ്പം മലയാണ്, മലയല്ല ഇതിപ്പോ. ഇതിനപ്പുറം ഏതായിരിക്കും ചേട്ടാ സ്ഥലം? നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെയൊക്കെ ഗൈസ്. അപ്പതേ ഇതാണ് നമ്മൾ പണ്ട് പഠിച്ച നാരായണത്ത് ഭ്രാന്തൻ. ഇതാണ് ആളുടെ ഒരു പ്രതിമ. എത്രയോ വർഷം പഴക്കണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണ്ടെങ്കിലും ഒരു ഏകദേശം ഐഡിയ വെച്ചാണ് ഇപ്പോൾ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണേ. വെയിലായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ഇനി വീഡിയോ എടുത്ത് കഴിഞ്ഞ് നമുക്ക് നോക്കണം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അതെ അത് മാമനവിടെ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് വരാം. നല്ല സാധനം. ഞാൻ